അപ്പം വിശാന്ത് വരുന്നത് മെയിനായിട്ട് കാർപ്പൽ ടണല് അല്ലെ? കൈത്തണ്ടയില് എന്തൊക്കെയുണ്ടായിരുന്നു? കൈത്തണ്ടയില് ഭയങ്കര വേദനയായിരുന്നു ഭാഗത്ത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു രോഗമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാര് സഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മളിപ്പോ എത്ര നാളെ മരുന്ന് കഴിച്ചിട്ട്? നമ്മളൊരു 7 ആഴ്ച കഴിച്ചു. 7 ആഴ്ച അപ്പത്തേക്കിന് മാറി. ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. 5 ആഴ്ച കൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി അല്ലെ? പിന്നെ അതിന്റെ കൂടുതല് യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ താരന്റെ ഉണ്ടായിരുന്നു, അസിഡിറ്റി ഉണ്ടായിരുന്നു അല്ലെ? അസിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ അസിഡിറ്റിനെയാണ് നമ്മൾ ശരിക്കും ട്രീറ്റ് ചെയ്തത്. അസിഡിറ്റി മാറുന്നു. പിന്നെ കൈമ ചെറിയൊരു പൊടി പോലത്തെ ഒരു മരുന്ന് ഇടാനുണ്ടായിരുന്നു, നീർക്കെട്ട് വലിയാനായിട്ടുള്ള ഒരു മരുന്ന്. അത്രയും ചെറിയ സിമ്പിൾ മരുന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സാധാരണ ഇതില് ഒരു കയ്യിൽ സർജറി ചെയ്യും, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തെ കൈമ വരും, അവിടെ സർജറി ഇപ്പുറത്തെ കൈമയും തുടങ്ങിയില്ലായിരുന്നു. ഈ കയ്യിൽ കൂടുതലുണ്ടായിരുന്നു, പക്ഷെ ഇതിപ്പോ രണ്ടും മാറും. അപ്പൊ അതൊരു ഒരുപാട് പേര് ഭയങ്കര പെയിനുള്ള നമുക്കറിയാലോ, ഒരുപാട് പേരുണ്ടെന്ന് കാർപ്പൽ ടണലായിട്ട് ഇങ്ങനെ ചികിത്സ കിട്ടാണ്ട് ഇങ്ങനെ ബേസിക് ആയിട്ട് അത്രേ ഉള്ളൂ. അസിഡിറ്റി മാറുക എന്ന് പറയുന്ന ഒരു സാധനം തന്നെയുള്ളൂ.